അതാണ് എന്റെ ഹൈ. ചോദിച്ചില്ലേ, നിന്റെ ഹൈ കുറച്ച് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇതാണ് എന്റെ ഹൈ. ബാക്കിയുള്ളവരെ ഉപദേശിച്ച് മോട്ടിവേറ്റ് ചെയ്ത് വഴുതെറ്റിച്ച് ഫീൽഡ് ഔട്ട് ആക്കും. ഹൈ മലയാളത്തിൽ നീ സേഫാ, തെലുങ്ക് നോക്കിയാ മതി. പച്ചക്കറിയാണ് പച്ചക്കറിയാണ് ഒരു രാത്രി സംഭവിക്കുന്ന കുറെ സംഭവ വികാസങ്ങളും കുറെ ഇവന്റ്സ് ആണ്. മറ്റേ പ്രിയദർശൻ സിനിമയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ കുറെ ഇങ്ങനെ കുറെ കണക്ട് ചെയ്ത് പോകുന്ന കുറെ ഇവന്റ്സ് ആണ്. ധ്യാനിന്റെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പോകുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് കുറെ കാര്യങ്ങൾക്ക് ചേഞ്ച് ആവും. ആ ഒരു ഹൈ നിന്റെ ഒരു മെയിൻ സാധനമാണല്ലേ. നീ പഠിച്ച് ഹൈ ആയിട്ടിരിക്കണം. പാടുന്ന അറിഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ഊട്ടിയിലൊക്കെ പോയിട്ട് പണ്ടത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ, മറ്റേ റോസാപ്പൂ എന്നൊക്കെ പറഞ്ഞ ഡാൻസ്, ഇതൊക്കെ നല്ല വെയിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ഷൂട്ടിങ്. എന്റെ ഒരു പ്രത്യേക ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എല്ലാ പടത്തിലും ഇട്ടിട്ടുണ്ട് ഞാൻ. കഥ അറിയാതെ വരുമ്പോഴുള്ളൊരു ഇതാണ് എന്റെ ഏറ്റവും ബെസ്റ്റ്. എവിടെ വേണമെങ്കിലും ചെയ്താലും ഓക്കെ. കൺഫ്യൂഷൻ എന്റെ ബാല്യകാലം ഇച്ചിരി കഠിനം. വളരെ ഒന്നാമത് ചേനയെ ചൊറിച്ചത്. ഹായ് ഗൈസ്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. ആൻഡ് ഇന്ന് ടീം ഭീഷ്മർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ, വെൽക്കം ടു മലയാളം സിനിമ അഗൈൻ. ആദ്യം തന്നെ നമുക്ക് ഭീഷ്മർ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഫെമിലിയർ ആണ്, നിങ്ങൾ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ സ്ക്രിപ്റ്റിലേക്ക് നിങ്ങൾ കോൺഫിഡൻസിലേക്ക് എത്തിച്ചേർന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും ഓരോരുത്തർക്ക് പേഴ്സണലി? ഞാൻ ആദ്യമേ അൻസാജ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കഥ കേട്ടിട്ടുള്ളതാണ്. പിന്നെ വിജയേട്ടനായിട്ട് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ചെയ്തതാണ്. അതിനുശേഷം വിജയേട്ടൻ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞെട്ടലായിരുന്നു. കാരണം ഇത് അവൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പക്ഷെ ഫുൾ നൈറ്റ് മാത്രമാണ് കൂടുതലുള്ളത്. അതെ. അപ്പോൾ അതൊരു ത്രില്ലർ മൂഡും. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ വണ്ടിയിലൊക്കെ ക്യാമറയൊക്കെ റിഗ് ചെയ്ത് നല്ല പണിയുള്ള ഇത് വിജയേട്ടൻ ചെയ്യാൻ എടുത്തു. മീൻസ് കഥ കേട്ടാൽ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷെ പുള്ളി അത് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അത്. പക്ഷെ പുള്ളി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഫുൾ നൈറ്റ് ഷൂട്ടൊക്കെ ഗംഭീരമായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പം ഈ കഥ എനിക്ക് നേരത്തെ അറിയുന്ന കഥയും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റും തന്നെയാണ്. ധ്യാൻ ചേട്ടൻ്റെ ഭീഷ്മറിലെ ഹൈ എന്തായിരുന്നു? ഭീഷ്മർ ഈ പറഞ്ഞ അൻസാജ് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടാണ്. വിഷ്ണുവിന്റെ സുഹൃത്താണ്, നമ്മുടെ സുഹൃത്താണ്. ഇത് എഴുതിയ അൻസാജ് ഗോപി എന്ന് പറഞ്ഞ അൻസാജ് ഇതേപോലെ എന്നോടൊരു 2-3 വർഷം മുന്നേ ഈ സിനിമയുടെ കഥ വേറൊരു ഞങ്ങള് ഇടക്ക് കാണാറൊക്കെ ഉള്ളതാണ്. അപ്പൊ അൻസാജ് അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അൻസാജിനോട് പറഞ്ഞാണ്, ഇത് നീ എന്നാ പിന്നെ ഇത് സിനിമയാക്ക്. അപ്പൊ അന്ന് കുറെ അന്ന് എന്നോട് ഈ കഥയെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഈ പരിപാടി ചെയ്യുമോന്നൊക്കെ ചോദിച്ചു. അപ്പൊ നീ പരിപാടി പറയണ ചെയ്യാൻ തന്നെ രസമുള്ളൊരു എലമെന്റ് ഉണ്ട്. എന്നുവെച്ചാൽ ആ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എലമെന്റ്, ഒരു കെയോസ് ഉണ്ട്. ആ കെയോസ് രസകരമായിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ രസം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫുൾ നൈറ്റ്, ഒരു രാത്രി സംഭവിക്കുന്ന കുറെ സംഭവ വികാസങ്ങളും കുറെ ഇവന്റ്സ് ആണ്. മറ്റേ പ്രിയദർശൻ സിനിമയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ കുറെ ഇങ്ങനെ കുറെ കണക്ട് ചെയ്ത് പോകുന്ന കുറെ ഇവന്റ്സ് ആണ്. ആ ഇവന്റ്സ് ഒക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്യണം. നന്നായി ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് രസം ഉണ്ടാവും. അവിടെ നീ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെന്ന് പറഞ്ഞ് പിന്നെ അവനെ 2 വർഷത്തേക്ക് അപ്പൊ പിന്നെ ഇത് ഞാൻ അറിയുന്ന പിന്നെ വിജയനങ്ങള് ഇങ്ങനൊരു സിനിമയുണ്ട് എന്നിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ കഥയെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കഥ ഓൾറെഡി അറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് നൈറ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മള് അദ്ദേഹത്തിന്റെ പ്രായം എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഇത് ഒരു പുള്ളി എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്കും 40 ദിവസത്തോളം 42 ദിവസത്തോളം വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 6 മണി വരെ ഷൂട്ട് എന്നൊന്നും പറയുന്നത് ഭയങ്കര പ്രാക്ടിക്കൽ അല്ല. നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ തെറ്റിപ്പോകും, നമ്മൾ ഭയങ്കര ഇംബാലൻസ്ഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇത് നമുക്ക് ചെയ്തു നോക്കാം. പുള്ളിയും ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ കരിയറിലും അല്ലെങ്കിൽ പുള്ളിയുടെ ഫിലിം കരിയറിലും പുള്ളി ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നുള്ള പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്നാ പിന്നെ അങ്ങ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് ആ രീതിയിൽ. കാരണം നമ്മള് എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോ വിഷ്ണു സിനിമയിലൂടെയും അല്ലാണ്ട് തന്നെ ഒരു ഇതുണ്ട്. ഇപ്പോ
നമുക്കറിയാലോ. അപ്പൊ പിന്നെ ഷാജോണിനോട് വർക്ക് ചെയ്യുന്ന ജിമ്മിനായിക്കോട്ടെ അവിടെ വന്നിട്ടാണ് കണ്ടതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സൗഹൃദം ഉണ്ടാവുകയും അപ്പോൾ അത് ഭയങ്കര ആസ്വദിച്ച് സിനിമ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള സിനിമകൾ ചിലപ്പോൾ ചുരുക്കം ചില സിനിമകൾ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ, കരിയറിൽ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സിനിമയുടെ ഇതിനൊരു ഗുഡ് വിൽ ഉണ്ട്. ആ ഗുഡ് വിൽ അല്ലെങ്കിൽ ആ ഒരു സാധനം തിയേറ്ററിൽ കിട്ടിയാൽ നല്ലത്, അത്രേ ഉള്ളൂ. ഈ സ്പോയിലർ ഇല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ രാത്രി നടക്കുന്ന ഒരു സംഭവമാണോ? അതെ അതെ അതെ, ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. പക്ഷെ സ്പോയിലർ ഒന്നുമില്ല. ഒരു രാത്രി നടക്കുന്നതാണ്. പക്ഷെ പല പല ലെയറിലായിട്ട് കഥ പോകുന്നുണ്ട്. ഇവരുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയൂ. ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്കുകളും പരിപാടികളൊക്കെ പോകുന്നുണ്ട്. അതില് റൊമാൻസ് ഉണ്ട്, ചെറിയ റൊമാൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ ചില കണക്ഷനുകളും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ബേസിക്കലി കഥ ഒരു വൺ നൈറ്റ് സ്റ്റോറി ആണ്. ഷാജേട്ടനെ ഇപ്പൊ എനിക്ക് പേഴ്സണലി കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ക്യാരക്ടർ പുലിവാൽ കല്യാണ സിനിമയിലാണ്. അതിനുശേഷം ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്ട്രൈക്ക് ചെയ്യുന്നത് സ്റ്റിൽ അതാണ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ഭീഷ്മർ, എന്തായിരുന്നു സിനിമയുടെ ഒരു ഹൈ? ഇതിനകത്ത് ആക്ച്വലി എന്നെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുന്നത് പാലക്കാടാണ് ഈ കഥ നടക്കുന്നത്. ആക്ച്വലി ലാംഗ്വേജിൻ്റെ ഞാൻ പാലക്കാടൻ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുക. അങ്ങനെ ലാംഗ്വേജിൻ്റെ കാര്യത്തിനകത്ത് ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ അവരെയും കൂടെ ഒരു ഹെൽപ്പ് ആവും എന്നുള്ള പേരിലായിരിക്കാം. പാലക്കാടൻ ഭാഷയാണല്ലേ? പാലക്കാടൻ ഭാഷ കുറച്ച് പിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ ഒരാള് മാത്രം പാലക്കാട്, പുള്ളി മാത്രം. അല്ല, ഞാൻ ഏകദേശം ഒരു മീഡിയം ഇതിൽ പിടിച്ചു. കാരണം വെച്ചാൽ ഞാൻ ഇതുമായിട്ട് ഒരിക്കലും ചേരില്ല. പിന്നെ ഞാൻ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഫസ്റ്റ് പഠിച്ച് കംപ്ലീറ്റ് വന്ന അഖിൽ കവലൂരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പാലക്കാട് നിന്ന് വണ്ടി ആലപ്പുഴ കയറി കൊല്ലം എത്തി ട്രിവാൻഡ്രത്ത് രണ്ടാമത്തെ സീനിൽ തന്നെ. അപ്പൊ പിന്നെ നമ്മളത് പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തും. അപ്പൊ ചില ഡയലോഗ്സ് ഒക്കെ ഞാൻ തന്നെ ചില ഡയലോഗുകൾ മാത്രം ചോദിക്കും, ചില വാക്കുകൾ, എന്നിട്ട് ആ വാക്ക് മിക്സ് ചെയ്തിട്ട് പറയും. അപ്പൊ നമുക്ക് അല്ല അത് ആ സമയത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് സാറ് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ പാലക്കാട്, ഷോട്ട് എടുക്കുമ്പോ കണ്ണൂര് പാലക്കാട്, പച്ചക്കറിയാണ് അപ്പൊ അത് പിന്നെ ഡബ് ചെയ്യുമ്പോ പുള്ളി കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഇത് എളുപ്പമല്ല. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരു മാഷുണ്ടായിരുന്നു, പുള്ളി കൊയിലാണ്ടിക്കാരനായിരുന്നു. പാലക്കാട് സ്ലാങ് പഠിപ്പിക്കാൻ ഇതിന്റെ കൂട്ടത്തില് മലയാളം അറിയാത്ത വേറൊരാള്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഉള്ള ഒരു ഇതാണ്. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഒരു രാത്രി നടക്കുന്ന ഒരു യാത്രയിലൂടെയുള്ള സിനിമയാണ്. അമേരയുടെ പാലക്കാട് സ്ലാങ് മലയാളം പാലക്കാടൻ സ്ലാങ് പാലക്കാട് No, I just learned the dialogues. So the director taught me all the dialogues. He asked me, like, he told me how to pronounce things. He made me learn, so I have learned it and I've said it. So are you the person who's holding the twist? No, I think the story just simultaneously goes on. Everybody has their own story that is going on the entire night. So it's a very comedy yet a very thriller movie. I think people would enjoy it. Okay, how was you in set? Because we know how Dhyan is there in the set. We know I was a very silent person on set. ഞങ്ങള് കുറച്ച് 3-4 സീൻ ഉണ്ടായിരുന്നത്. വിഷ്ണു ഓൾറെഡി സിനിമ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇതുണ്ട്. I was trying to learn, I was trying to adapt, I was trying to be more comfortable with the people. I also had this thing in mind that I have to learn the dialogues, I have to do a lot of things. Plus it was night, so I was trying to adapt that, you know, I have to sleep in morning, wake up at night, shoot the entire night. So yeah, it was a fun experience. ജിബിൻ ചേട്ടാ, DSRയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന അടുത്ത സിനിമയാണ് ഭീഷ്മർ. ഞാൻ അതിന്റെ ടാഗ് ലൈൻ ശ്രദ്ധിച്ചു കേട്ടോ, റൊമാൻറ്റിക് കോമഡി ത്രില്ലർ. Everybody's learned that. Family comedy thriller. ജിബിനുള്ളതുകൊണ്ട് ത്രില്ലർ, നിങ്ങളുള്ളതുകൊണ്ട് ഫാമിലി ഫൺഫിൽഡ് കോമഡി. കാരണം ജിബിനുള്ളതുകൊണ്ടാണ് ത്രില്ലർ കയറ്റിയത്, ആദ്യം ഇല്ലായിരുന്നു ത്രില്ലർ. എന്താണ് ഭീഷ്മർ ജിബിൻ ചേട്ടന്? അല്ല, ഇവരെ ഈ പറഞ്ഞൊരു യാത്രയാണ് ബേസിക് ആയിട്ടൊരു പ്ലോട്ട്. അപ്പൊ അതിന്റെ അവിടെ ഈ യാത്രയും രാത്രിയും അല്ലാതെ എന്തായിരുന്നു ജിബിൻ ചേട്ടൻ പറയാ? ഉത്തരമുട്ടി അല്ലാതെ പറയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ.
അല്ല ഇവരെ അതല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാലൊക്കെ തട്ടി. സസ്പെൻസ് ഉണ്ട് പേര് പറയുന്നത്. ഇവരെ ക്യാരക്ടറിന്റെ പേര് കൂടെ ഓർമ്മയുണ്ടോ? ചേരുന്നൊരു ക്യാരക്ടർ എന്താ? അത് പറയാൻ പാടില്ല. ആ ക്യാരക്ടർ വളരെ നേരത്തെ പറഞ്ഞ ആ ത്രില്ലർ, ആ മൂടങ്ങ് പിന്നെ പോകും. എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ആ പേര് പറഞ്ഞ കഥ പുറത്തു വരും. കർണൻ ഒരു ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണ്. ഉം. രസകരമായിട്ടൊരു പരിപാടിയായിരുന്നു. അത്രേ ഉള്ളൂ, അതാണ് ഭീഷ്മർ. അത്രേ പറയാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. ദിവ്യ, എന്തോ? ദിവ്യനാണ് ഇനി ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ. ഈ രാത്രി യാത്ര Yeah. ഉറക്കമില്ലാതെ ആ. എന്തായിരുന്നു ദിവ്യക്ക് ഭീഷ്മർ? ഇതില് ഐ പ്ലേ ഒരു ബ്രാഹ്മിൻ ഗേൾ ആയിട്ടാണ് ആ, ഇതിനകത്ത്. തമിഴിയനാണ്, പാലക്കാട് പാലക്കാട്. ഒരു അഗ്രഹാരത്തില് ഞാൻ ആദ്യമായിട്ടാണ് ആ ഭാഗത്തൊക്കെ പോകുന്നത്. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു. ഞാൻ അങ്ങനെ അഗ്രഹാരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വീണ്ടും ഉള്ളിൽ കയറുമ്പോൾ പുറത്തെല്ലാം ഇങ്ങനെ ഒരേപോലെ ഇരിക്കും, പക്ഷെ വീണ്ടും ഉള്ളിൽ കയറുമ്പോൾ വേറെ ഒരു വലിയ വീടാണ് അത്. സോ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഉം. അതുകൂടാതെ സിനിമയിൽ വരുമ്പോൾ ഈ സിനിമയിൽ കുറെ ലേയേഴ്സ് ഉണ്ട്. അതാണ് എല്ലാവർക്കും അത് ഒരു രാത്രിയിലാണ് നടക്കുന്നതെങ്കിലും പല കഥകളുണ്ട്, അതെല്ലാം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ദ ബ്യൂട്ടി ഓഫ് ദിസ് മൂവി. ദർ സോ മെനി തിങ്സ് പാരലി ഹാപ്പനിങ്. അപ്പോൾ എൻ്റെ കഥ അത് ഒരു സെപ്പറേറ്റ് ഇത് പോകുന്നുണ്ട്. സോ ദാറ്റ് വാസ് വൺ തിങ് ദാറ്റ് attracted me to the movie, because there's so many things happening, so many artists, so there's ഒരു depth in, I mean it's a fun filled movie, പക്ഷെ എന്നാലും there's some things are all happening in there. And it's my third film with Dhyan, so it's easy to work with him and I really like working with him. നമ്മൾ അത് ധ്യാനിന്റെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പോകുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് കുറെ കാര്യങ്ങൾക്ക് ചേഞ്ച് ആവും. ശരിക്കും കുറെ കാര്യങ്ങൾക്ക് ലൈക്ക് there's more, so I use all these for my next film. ചേഞ്ച് ആയ ഒരു കാര്യം പറയൂ. ഇല്ലില്ല, ഞാൻ പറയാം. ലൈക്ക് ഈ സിനിമയിൽ ലൈക്ക് ഈവൻ ID ചെയ്തപ്പോഴും ഇതിൽ ചെയ്തപ്പം ഞാൻ ഒരു സീൻ ചെയ്യുന്ന രീതി തന്നെ എനിക്കത് മനസ്സിലാക്കി ഇമോട്ട് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഫീൽ ഇറ്റ് ഇൻസൈഡ്, അല്ലാതെ എനിക്ക് വരില്ല. സോ ഹീ സേസ് അത് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത്. എന്തിനാണ് ഈ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത്? ഈ സിനിമയിലും when he what he told me, we are like puppets. When you snap your fingers, you have to be a different emotion. You have to change your emotion. So അതിനകത്തൊരു ഒരു നോഷൻ ഇല്ല, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. നമ്മൾ ക്യൂ പറയുമ്പോൾ you have to completely change, immediately you have to change. So that kind of made sense to me when he said, we are like puppets. We just have to, when our cue തരുമ്പോൾ you just pretend. എന്തിനാ, why do you put a lot of thought into it? So that changed my perspective and it has helped me. Appo yeah, so there are so many things that you can learn from. ഇങ്ങനെ തമാശയൊക്കെ പറയണെങ്കിലും ഇയാൾ ഇങ്ങനെ അല്ല ശരിക്കും. Seriously, dude. Yeah. അതാണ് എന്റെ ഹൈ. എന്റെ ഹൈ കുറച്ച് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇതാണ് എന്റെ ഹൈ. ബാക്കിയുള്ളവരെ ഉപദേശിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അഴുതിച്ച് ഫീൽഡ് ഔട്ട് ആകും. ഹൈ മലയാളത്തിൽ സേഫാ, തെലുങ്ക് നോക്കിയാൽ മതി. ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് ഒരു സെലിബ്രിറ്റി പറഞ്ഞൊരു കാര്യമാണ്, അതായത് പോസ്റ്റ് കോവിഡ് കുറെ റൊമാൻറ്റിക് മൂവീസ്, കുറെ നല്ല, അതായത് ശരിക്കും പ്രണയം തോന്നുന്ന കുറെ സിനിമകൾ മിസ് ചെയ്യുന്നു മലയാളത്തില്. കുറെ പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന സിനിമകൾ മലയാളത്തിൽ മിസ് ചെയ്യുന്നു. കൂടുതലും ത്രില്ലറുകളാണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ്, ക്രൈം ആണ്, ബ്ലഡ്, ഡെഡ് ബോഡി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ മലയാള സിനിമ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ചെയ്യുന്നതിൽ 100% കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ പോസ്റ്റ് കോവിഡ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ കുറയുന്നുണ്ട്? കോവിഡ് തുടങ്ങിയ ഒരു ടൈമില് അങ്ങനെ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആൻഡ് ആസ് ഫോർ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് ഇൻ ദ ഇൻഡസ്ട്രി, പ്രോമിനന്റ് ആയിട്ട് ഇത്രയും വർഷം നിൽക്കുന്നവരാണ്, വാട്ട് ഡു യു തിങ്ക്? Yeah, I think Sarvamaya was such a അതുകൊണ്ടാണോ that was so refreshing. അങ്ങനത്തെ ഒരു സിനിമ ഈവൻ വർഷങ്ങൾക്ക് ശേഷം ഓൾസോ it was ആ ഒരു സമയത്ത് ആവേശമായിരിക്കും ഉദ്ദേശിച്ചത്. വർഷങ്ങൾക്ക് ആവേശം, രോമാഞ്ചം, ഇതൊക്കെ ഈ ഒരു ഫ്യൂ ഫിലിംസ് that was very refreshing, because ഈ നമ്മളെ എന്ത് നമ്മള് തുറന്നാലും, നമ്മള് OTT തുറന്നാല് ഇത് മാത്രമേ കാണുന്നുള്ളൂ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ഒരുപക്ഷെ ഇംഗ്ലീഷ് സിനിമകളായിരിക്കും എല്ലാവരും. കൊറിയൻ സിനിമകളെ പോലുള്ള ഭയങ്കരതായിട്ടുള്ളതുണ്ട്. അപ്പൊ അതിൽ നിന്നും കുറെ എടുത്ത സിനിമകള്, ത്രില്ലർ പലതും വന്നിട്ടുണ്ടാവും.
അപ്പൊ അത് കുറച്ചുകൂടെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ഈ പറഞ്ഞ പോലെ ഈ റൊമാൻറ്റിക് ഫിലിംസ് കോമഡി ഫിലിംസ് ഒക്കെ മിസ് ചെയ്യുന്നു. ആൻഡ് ഭീഷ്മറിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ, അതിലെ പാട്ട് ആൻഡ് സ്പെഷ്യലി വിനീതനാണ് പാടിയിട്ടുള്ളത്. അതും അമ്പലപ്രാവിന്റെ അമ്പലപ്രാവ് അനിലയും അതെ, അതെ. അനില. അനില, വിനീതേട്ടനും അനിലയാണ് പാടിയിട്ടുള്ളത്. രഞ്ജിന്റെ അതിന്റെ കോമ്പോസിഷൻ ആണ്, ഹരിനാരായണന്റെ ലിറിക്സ് ആണ്. ആ ആദ്യം നിങ്ങൾ തമ്മിലുള്ള റൊമാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയണം ഓൺ സ്ക്രീൻ. അപമാനം. എന്താടാ ഞാൻ പറഞ്ഞു പിന്നെ വിനീതേട്ടൻ പാടി, അവിടെ ധ്യാൻ ചേട്ടൻ അഭിനയിക്കുന്നു. ആ ഒരു ഹൈ ഹൈ നിന്റെ ഒരു മെയിൻ സാധനമാണല്ലേ. നീ പഠിക്കുന്ന ഇല്ല, പക്ഷേ പഠിച്ചത് ഹൈസ്കൂളിൽ. പാടുന്ന അറിഞ്ഞത് ഞാൻ ഹൈ ആയിട്ടേ അല്ല. നമ്മൾ ഈ ചുട്ടുപോയി ഇത് സുഖമില്ലാത്തൊരു പരിപാടിയാണ് ഈ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ആണോ? നല്ല വെയിലല്ലേ പാലക്കാട്. കാണുമ്പോൾ എ സിക്കകത്തല്ലേ കാണുന്നത്. പാലക്കാട് ഭയങ്കര ചൂടല്ലേ. നല്ല ചൂട് വെയിലത്ത് ആയില്ല, നിങ്ങൾ ആ സമയത്ത് അയ്യോ, അത്ര ആയി. ചൂടില്ല. ഞങ്ങള് അപ്പൊ ഷൂട്ടായിരുന്നു. നല്ല പണിയായി പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ. നമ്മള് ഈ ഊട്ടിയിലൊക്കെ പോയിട്ട് പണ്ടത്തെ പാട്ടൊക്കെ ഉണ്ടല്ലോ, മറ്റേ റോസാപ്പൂ റോസാപ്പൂ എന്നൊക്കെ പറഞ്ഞ ഡാൻസ്, ഇതൊക്കെ നല്ല വെയിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ഷൂട്ടിങ്. വൃത്തു നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഇതിനിടയിൽ വെയില് കണ്ണിലടിക്കുന്നു, മറ്റേത് മറിച്ചത്, റൊമാൻസ് കൊണ്ടുവരണം. വലിയ പണിയാണ്. പ്രത്യേകിച്ച് അവളെ ഞാൻ കാണുന്നതേ വേറെ രീതിയിലാണ്. അങ്ങനെയല്ല, അപ്പൊ ഭയങ്കര പാടാ റൊമാൻസ് ഒക്കെ. അവർക്കൊക്കെ ആയിരിക്കും. അഴകിയ എന്നുള്ള പാട്ട്, പണ്ടത്തെ അഴകിയ എന്നുള്ള പാട്ട് എത്ര ബ്യൂട്ടിഫുൾ ആണ്. കടപ്പുറത്താണ്, കണ്ണ് തുറക്കാൻ പറ്റൂല. അതെ, ഈ മണലില് ഉപ്പുകാറ്റ് റിഫ്ലക്ടർ ഒക്കെ വെച്ചിട്ടുണ്ടാവല്ലോ. ഇത് അന്ന് അത്രയും ഇതാണ്. ഇന്നത്തെ പോലെ ലൈറ്റ് ഇതല്ല, ഒരുപാട് ഹാർഡല്ല. അത് സൈഡിൽ നിന്ന് ഒരു തെർമോക്കോൾ ബൗൺസ് കൊടുത്താൽ മതി, തീർന്ന്. നമ്മൾ അടിച്ചു, കണ്ണ് തുറക്കാൻ പറ്റില്ല. അപ്പൊ ഈ സോങ് ഷൂട്ട് ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്ത ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദുരിതം. നമ്മൾ അപ്പൊ അത് ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ചിന്തയുടെ ഇടയിലും ചേട്ടൻ പാടിയ പാട്ടാന്ന് കേട്ടപ്പോ ഒരു ഹൈ കിട്ടി. ഷൂട്ടിന് ശേഷമായിരുന്നു ഞങ്ങളൊരു പാട്ട് പാടിയത്. അതെ, അതാണ് അടുത്ത ചോദ്യം. അല്ല, അത് പടത്തിലില്ല ആ പാട്ട്. അതെന്താണ് അത് നിങ്ങള് ജിബിൻ ചേട്ടനും പാടി, ഷാജി ചേട്ടനും പാടി, ധ്യാൻ പാടി, വിഷ്ണു പാടി, പിന്നെ അഖിൽ ചേട്ടൻ ഉണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു അടുത്തൊരു പ്രൊമോ സോങ് പോലെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ട് പാട്ട് പാടിയിട്ട്? ആദ്യമായിട്ടാണോ പാട്ട് പാടുന്നത്? ഷാജി ചേട്ടൻ ആദ്യമായിട്ടാണോ? ധ്യാൻ? ഞാന് രഞ്ജിത്ത് തന്നെ ഒരു പടത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. രഞ്ജിനാണ് ഈ അക്രമമൊക്കെ ചെയ്യുള്ളൂ. കുഞ്ഞമ്മണി സനലിന്റെ പടം, രഞ്ജിന്റെ പാട്ട്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, സിനിമ മൊത്തത്തിലൊരു കെയോസ് ആണ്. രാത്രി നടക്കുന്ന ഇവന്റ്സ് ഉണ്ട്, ഫ്ലാഷ് ബാക്ക് ഉണ്ട്, കൂടുതലും ഷൂട്ടൊക്കെ നൈറ്റ് ആയിരുന്നു. ഇപ്പൊ ഈ നൈറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം, ഉറക്കം വരും, കട്ടൻ ചായ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫൺ ഗെയിംസും കാര്യങ്ങളും. നിങ്ങൾ എനർജി ആയിട്ട് നിൽക്കണല്ലോ. ഇപ്പൊ ഈ നൈറ്റ് കംപ്ലീറ്റ് നൈറ്റ് ഷോട്ട് സീക്വൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ഹൈ അല്ല, നിങ്ങൾ എപ്പോഴും നിൽക്കുന്ന ഒരു നിങ്ങളുടെ ആ ഒരു ജേർണിയില് പെട്ടെന്ന് നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോ, ഭീഷ്മർ എന്ന് പറയുമ്പോ നിൽക്കുന്ന ഒരു മെമ്മറി എന്താ? ഞങ്ങളുടെ മെമ്മറി എന്ന് വെച്ചാൽ സ്ത്രീകളാരും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഈ ബോയ്സ് മാത്രം ഒറ്റ കയറവണ്ണകത്ത് എല്ലാം കൂടെ. അല്ല, ഈ ഭീഷ്മരുടെ ഷൂട്ടിന് ഒരിക്കൽ പോലും രാത്രി ആർക്കും ഉറക്കം വന്നിട്ടില്ല. ഫുള്ള് കറക്റ്റ് 2 മണിക്ക് എന്തെങ്കിലും പോലെ ആയിരുന്നില്ല. വെക്കേഷൻ ആയിരുന്നു സത്യം. ഞങ്ങൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. കാരണം ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോ ഒരു സങ്കടം, കാരണം ഷൂട്ടല്ല നമ്മുടെ മനസ്സിൽ. ഞങ്ങള് വരുന്നത് പിന്നെ ഈ സമയം മാത്രമാണല്ലോ, അദ്ദേഹം സാറ് പറയുന്ന ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ബാക്കി പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, നമ്മളെ തലയിലൂടെ നമ്മൾ സിനിമ ഇത് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ആലോചിക്കാനാണ് ഇവരൊക്കെ ഉള്ളത്. ബാക്കി ചീഫ് അസോസിയേറ്റ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, ക്യാമറാമാൻ ഉണ്ട്, ഇത്രയും തലകൾ ഒരേ സമയത്ത് ആലോചിക്കുകയാണ് ഒരു സിനിമ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് അങ്ങ് വരിക, അവര് പറയുന്നത് അനുസരിക്കുക, പോവുക എന്നുള്ളത്. അതാ ഫോളോ ചെയ്ത്. അതിനിടയിലാണ് അവള് വന്നിട്ട് എനിക്കത് കിട്ടണില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയാം, നിനക്ക് വേണ്ടി ആലോചിക്കാനല്ലേ അവരുള്ളത്.
നമുക്ക് വരണ്ടേ, ഉള്ളിന്ന് വരണ്ടേ സംഭവം. ഇവരൊക്കെ നോർമൽ, അവരങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അവരെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. നമുക്കത് കുറച്ചു നേരം സമയം എടുക്കും. ലെജൻഡറി ആക്ടർ. പിന്നെ നമ്മൾ ഇടയ്ക്ക് വേറെ ഒരു പരിപാടി ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുൾ ടൈം അവിടെ ആ പറഞ്ഞ ഡേറ്റുകൾ ഫുള്ള് വേണം. നമ്മളൊക്കെ ഈ ജെല്ലായിട്ടിരിക്കേണ്ട ഇവിടെ ഒരാള് ഭയങ്കര സൈലന്റ് ആയി. How did you really manage this? അവര് ജെല്ലായിരുന്നു, ഞങ്ങള് പാവങ്ങളെ പോലെ ഇരിക്കേണ്ടത്. Are you able to understand Malayalam? Kochu manasalayi. That's all I know to speak. But yeah, it was fun on the set since I am quite a silent person, so I do enjoy when people are having fun. Though I don't understand, and I don't think these people have included me in their gang of being funny. So I was little secluded. Okay. from them. What did they give That you? is because of the language problem. Yeah. Language is never the problem. മനസ്സിലായില്ലേ? You could speak in English He doesn't know also. English. He doesn't know English. Only I know English. He Only knows if I come and English. talk to them, what will they think about us? Vishnu. എന്തൊരു മറ്റുള്ളൊരു No, they actually wanted to be I a am the police answer. gang. I am the answer. ഇത് നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? അതൊക്കെ ഉണ്ടോ ഇതില്? അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റും ഉണ്ട്. ഗിഫ്റ്റ് ആ, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതിന്റെ modern version ആ? Hi guys, welcome to the Rapid Fire with Q Studio. താങ്ക് യു. Which is that one emotion that you perform well? Crying. Crying. അവിടെ ഒന്ന് കരഞ്ഞു കാണിച്ചു. No. ജിവൻ ചേട്ടാ, എന്തോ ഇത് തന്നെ ഈ ചോദ്യം തന്നെ. ആ, പറ മലയാളത്തിൽ പറഞ്ഞോളൂ. അതായത് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഇമോഷൻ കരച്ചിലാണോ, ദേഷ്യമാണോ, സങ്കടമാണോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നോക്കിയിട്ടില്ല ഇതായിരിക്കും. എന്ത് അപ്പൊ പറയുന്നത് പേടിക്കില്ലേ നല്ലോണം? പേടിപ്പിക്കും. റൊമാൻറ്റിക് സീൻ. എപ്പോ ഇത് ഓഫ് സ്ക്രീൻ അല്ല ചോദിച്ചത്. ക്യാമറയുടെ മുന്നിൽ റൊമാൻറ്റിക്. ആ, ഷാജ് ചേട്ടാ. പാസ്. ഷാജ് ചേട്ടൻ ഉത്തരവൊക്കെ കണ്ടുപിടിച്ചിരിക്കുക. പറ. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പറ. ആ ശബ്ദത്തിനുണ്ട് അത്. ഇത് എന്തൊക്കെ വെറുതെ അടിച്ചു. എന്റെ ഒരു ഇമോഷൻ ആണെന്ന് എനിക്ക് ഇമോഷൻ വിച്ച് യു പെർഫോം ദ ബെസ്റ്റ്. അത് എന്റെ ഒരു പ്രത്യേക ചെയ്യുന്നല്ല, എന്റെ ഒരു പ്രത്യേക ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എല്ലാ പടത്തിലും ഇട്ടിട്ടുണ്ട് ഞാൻ. കഥ അറിയാതെ വരുമ്പോൾ ഉള്ളൊരു ഇതാണ് എന്റെ ഏറ്റവും ബെസ്റ്റ്. എവിടെ വേണമെങ്കിൽ ചെയ്താലും ഓക്കെ. കൺഫ്യൂസ്ഡ് ഇമോഷൻ. കൺഫ്യൂഷൻ. ഓക്കെ. റൊമാൻസിൽ വരെ കേട്ടു അല്ലേ ഇത്? റൊമാൻസിൽ അവിടെ കൺഫ്യൂഷൻ ആവാലോ. വിഷ്ണു അപ്പൊ ഞാനായിട്ട് പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ. സ്വന്തമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നന്നായിട്ട് കരയുന്നു പറഞ്ഞ പോലെ ഉള്ളിൽ ആ സാധനം ഉണ്ട്. പറ്റും. സീരിയസ് ഇതാ പ്രശ്നം. പുള്ളി സീരിയസ് ആയിട്ട് നമ്മൾ ചിരിക്കും. Which is that one smell that instantly takes back to your childhood? Chalk. School. ഹൈ കിട്ടുന്ന ആ സ്മെൽ. ഇനി മലയാളം ബാച്ചിന് അതെ. ഈ സ്മെല്ല് കിട്ടുമ്പോ പെട്ടെന്ന് ചൈൽഡ്ഹുഡിലേക്ക് പോകുന്ന ഒരു സ്മെല്ല്. ചേനയുടെ പൂവില്ലേ, ആ ഒരു സ്മെല്ല്. എന്ത് മെമ്മറി? ഇപ്പൊ സാധനം ഇല്ല. എന്ത് മെമ്മറിയാണ്? അല്ലല്ല, സീരിയസ് ആയിട്ട് എനിക്ക് എപ്പോഴും വിട്ടുപോകാത്തൊരു ഒരു മണമാണ്. എന്ത് വൃത്തിയുടെ മണമാണ്? ആ അമ്മാതിരി വൃത്തിയുടെ മണമാണ്. സീരിയസ്ലി ചേനപ്പൂവിന്റെ ചേനയുടെ പൂവിന്റെ മണം. അയ്യോ, എന്റെ ബാല്യകാലം ഇച്ചിരി കഠിനം. വളരെ വളരെ. ഒന്നാമത് ചേനയെ ചൊറിച്ചത്. അത് അടുത്ത് പോയിട്ട് മണപ്പിക്കണം. അല്ല, അടുത്ത് പോണ്ട, ഭയങ്കര ദൂരേക്ക് വരെ എന്റെ മണം കിട്ടും. ഫീൽ ചെയ്തിട്ടില്ല അത്? ഞങ്ങൾ ഫ്ലാറ്റിലായിരുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല? ആ ഉണ്ട്, പറമ്പിലുണ്ടായിട്ടുണ്ട് ചേന. പെട്ടെന്ന് ഇങ്ങനെ കുട്ടിക്കാലം എന്ന് പറയുമ്പോ അതെ വിശപ്പിന്റെ കാര്യം പറയുമ്പം മെഴുക്കുവരട്ടിയും ചോറും തൈരും അച്ചാറും. അമ്മ നല്ല മത്തി വറുത്തത്. ഇപ്പോഴും തരും. അതെ, പക്ഷെ ആ അന്നത്തെ ഫ്ലേവർ ഇപ്പൊ കിട്ടില്ല. നെയ്യും പൊഴട്ട് മെഴുക്കുവരട്ടിയും ചോറും ഉപ്പും. എന്റെ ഓർമ്മകളില് ആദ്യത്തെ മഴ പെയ്യുമ്പോ മണ്ണിന്റെ ഒരു മണമുണ്ട്. അതിപ്പോ ആദ്യത്തെ മഴ എങ്ങനെ അറിയാം? ഈ മഴ ഇല്ലല്ലോ. ആദ്യത്തെ മഴ എങ്ങനെ അറിയില്ല? അല്ല, ഒരു സീസൺ. അതായത് കൊറേ കാലം പുതുമഴ ഇപ്പൊ ഇല്ലാത്തതാണ് ആക്ച്വലി. എല്ലായിടത്തും ടൈലും
ഇതല്ല നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ഇതുണ്ടാവും. എനിക്ക് സ്കൂള് സമയത്തെല്ലാം ഓർമ്മ എന്ന് പറയുന്നത് പണ്ട് ഈ വെളിച്ചെണ്ണയുടെ മണമല്ലേ, പണ്ട് മുടി ചീകിയിട്ട് മുടി ചീകിയിട്ട് വീട്ടിൽ നിന്ന് എണ്ണ തേച്ച് തരും, കുളി കഴിഞ്ഞ് ഒരു തേക്കല. അപ്പൊ ഇത് പോകുമ്പോ ഈ മണം ഉണ്ടാവും, ഫുള്ള് വെണ്ണ ഇങ്ങനെ ഒലിക്കും ഇവിടുന്ന് ഇങ്ങനെ. സ്കൂൾ ഓർമ്മ എന്തിനാ തേക്കുന്ന എന്നിട്ടില്ലേ പൈ നക്കിയ പോലെ, പശുവൊക്കെ നക്കിയ പോലെ മുടി ചീർത്തിങ്ങനെ ചെയ്യും. വളർത്താൻ സമ്മതിക്കില്ല. ബുദ്ധിമുട്ട് എനിക്കറിയാം. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഒരു 5 പിള്ളേരെങ്കിലും. ഹെഡ്മാസ്റ്റർ വിഷ്ണു ചേട്ടാ പറ. എനിക്ക് സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് മറ്റേ പുസ്തകം തുറക്കണ ഒരു മണമില്ലേ, പുതിയ ഞാൻ പറയാൻ വെച്ചത് വേറൊരു മണമായിരുന്നു. അത് ഞങ്ങളുടെ വീടിന്റെ ഇപ്പുറത്ത് വടക്കേലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിൽ ഒരു വലിയ ചാമ്പമരം ഉണ്ടായിരുന്നു, പിങ്ക് കളറ് ചാമ്പക്ക. അതില് ഒരു പൂവ് ഉണ്ടാവും, പിങ്ക് കളർ കുറെ മുട്ടുസൂചികൾ പോലത്തെ ഒരു താഴെ വീണ് കിടക്കുന്ന അതാണ് വീണ് കിടക്കണം. അപ്പൊ അത് പൂക്കണ സമയം തുടങ്ങി ഇത് നല്ല കിടിലം മണമാണ് അതിന്റെ. ഇപ്പൊ അങ്ങനെ ഒരു ചാമ്പമരവും ഇല്ല. മീൻസ് ആ ചാമ്പമരം ഞാൻ വേറെ എവിടെ പിന്നെ കണ്ടിട്ടില്ല. അതിപ്പോ പറയുമ്പോ തന്നെ പെട്ടെന്ന് എനിക്ക് ആ സ്മെല്ല് എനിക്ക് അന്ന് അത് മാത്രമല്ല ചെമ്പകത്തിന്റെ മണം വരിക. ചെമ്പകം ഒരുപാട് ചെമ്പകം ഉണ്ടായിരുന്നില്ലാത്തോണ്ട് ചെമ്പകം ഒരുപാട് മരങ്ങളിൽ പാല ഇവ യക്ഷിയുടെ. So thank you guys, it was fun meeting you, chatting with you. പക്ഷെ പോകുന്നതിന് മുമ്പ് സമ്മാനമുണ്ട്. ഒരു നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫ്രം MYOP, മേക്ക് യുവർ ഓൺ പെർഫ്യൂമിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഗിഫ്റ്റ് ആണ്. എടുക്കട്ടെ? താങ്ക് യു സോ മച്ച്. Thank you.